ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് 2 years 1.5 year സർവീസ് കിട്ടത്തേ ഇല്ല. അതായത് ഫോണിന്റെ പ്രോബ്ലം ഇവിടെ. അപ്പൊ ഷട്ട് ഡൗൺ ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോണം. സെറ്റപ്പിൽ പോയിട്ട് ഈ ഇത് കണ്ടോ, ഷട്ട് ഡൗൺ ഗ്ലോബലിനകത്ത് ഷട്ട് ഡൗൺ ഇത് ഞെക്കുക. ഈ മെസ്സേജ് വന്നു കഴിഞ്ഞ് ഷട്ട് ഓഫ് ചെയ്യാം. അതല്ലാതെ ഷട്ട് ഡൗൺ ചെയ്യില്ല, ഡയറക്റ്റ് ടേൺ ഓഫ് ചെയ്യില്ല. ഈ മെസ്സേജ് ഇപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തിട്ട് പോയി ഫ്രണ്ടിൽ പോയി എല്ലാം ഓഫ് ചെയ്തിട്ട് വന്നിട്ട് പവർ ഓഫ് ചെയ്താലും കുഴപ്പം പറ്റില്ല, സ്റ്റിൽ സൗണ്ട് വെളിലോട്ട് പോകത്തില്ല. പക്ഷെ മേക്ക് ഷുവർ ഈ മെസ്സേജ് വരാതെ മിക്സർ ഓഫ് ചെയ്യണം. അതോ സെറ്റപ്പിൽ പോയിട്ട് ഷട്ട് ഡൗൺ തന്നെ മെസ്സേജ്. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ അവിടെ ഫ്രണ്ട് ഒന്നും ഓഫ് ചെയ്തില്ല, ആരെങ്കിലും പെട്ടെന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഈ ഇതിനകത്ത് ഷട്ട് ഡൗൺ ഞെക്കിന്ന് വെച്ചോ, ജസ്റ്റ് ഹോം ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ. അത് മാത്രം ശ്രദ്ധിക്കുക. ഫെയ്ഡർ നിങ്ങൾ ആദ്യമേ വലിച്ചിട്ടാക്കണ്ട, ഇത്ര ചെയ്താൽ മതി. ഷട്ട് ഡൗൺ കഴിഞ്ഞിട്ട് സിസ്റ്റം ഓഫ് ആയി കഴിഞ്ഞ് ഫെയ്ഡർ വലിക്കും. തിരിച്ചോൺ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫെയ്ഡർ നിങ്ങൾ എങ്ങനെ ഇരുന്നോ അതുപോലെ തിരിച്ചിടും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പുറത്ത് ഒരു സാധനം വെക്കാതെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ബിക്കോസ് ഈ സാധനം എല്ലാം മോട്ടറൈസ്ഡാണ്. അപ്പോൾ ജസ്റ്റ് കയ്യോ ഒന്നും ഒരു സാധനം ഇത്, ബിക്കോസ് നിങ്ങൾ ഓൺ ആക്കി ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ ടപ്പട്ടപ്പെടാന്ന് പറഞ്ഞ് അടിച്ചു തരും. അപ്പൊ അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ടോക്ക് ബാക്ക്. അപ്പം അത് ഇന്ന് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ വ്യൂ പോയി കഴിഞ്ഞാൽ എ ഓപ്ഷൻ ഉണ്ട്, ബി ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ബി ആയപ്പോഴും എടുക്കുന്നത്. അപ്പൊ ഓർത്തോണം, നമ്മൾ ഇതിനകത്ത് പോയിട്ട് ടോക്ക് ബാക്ക് എ ഉണ്ട്, ടോക്ക് ബാക്ക് ബി ഉണ്ട്. ഞാനിപ്പോ ഓൾറെഡി എല്ലാത്തിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചാണ്. ഇപ്പൊ സെറ്റ് എന്ന് പറയുന്ന സാധനമാണ്, ഇതുണ്ട് ഹൈലൈറ്റ് ആവുന്നത്. ഇത് നമ്മൾ സെലക്ട് ചെയ്യാതെ ആ ചാനലിലോട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ യൂഷ്വലി ഇപ്പൊ ഇതിനകത്ത് വരുന്നത് 11 ആണ് നമ്മുടെ ഫ്ലോർ വെജ് എന്ന് പറയുന്നത് ഈ മോണിറ്റർ. അപ്പൊ അതിലോട്ട് മാത്രം കൊടുക്കാതെ ബാക്കി എല്ലാം കൊടുത്തിട്ട്, അപ്പൊ ആരോട് എന്ത് സംസാരിക്കണമെങ്കിൽ ടോക്ക് ബാക്ക് ബി ഞെക്കുക, സംസാരിക്കുക, നേരെ അവരുടെ ചെവിലോട്ട് പോകും. അത് ഡിഫോൾട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കോ. അപ്പൊ ഇപ്പൊ നമ്മള് സംസാരിക്കുമ്പോ എല്ലാവരുടെയും ചെയ്യും. ഇപ്പൊ എല്ലാവരും പോകും. മിക്ക സമയത്ത് ഇപ്പൊ ഇവർക്കൊന്നും വേണ്ട. ഈ മെയിൻ ഇപ്പൊ 1 2 ഇവരുടെ പേര് കാണാൻ നമ്മളിപ്പോ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇത് മെയിൻ വോക്കൽ 1 2 3 4 നമുക്ക് ഇവരുടെ വലിയ അത്യാവശ്യമില്ല. ബിക്കോസ് ഇവർ ആരാധിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് ഇവർ നമ്മളെ നോക്കുന്നില്ല. ഇപ്പൊ മ്യൂസീഷ്യൻസോട് സംസാരിക്കണമെങ്കിൽ ഈ നമ്പർ നോക്കിയിട്ട് ആ ചാനൽ മാത്രം സംസാരിക്കണമെങ്കിൽ ജസ്റ്റ് ബാക്കി എല്ലാം അൺഹൈഡ് ഇത് ചെയ്തിട്ട് ഞെക്കിയാൽ മതി. അവരുടെ അതിനകത്തോട്ട് പോകും, സംസാരിച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടുത്തെ മൊത്തം എയർ അവരുടെ ഇയറിനകത്ത്. ടോക്ക് ബാക്കിൽ പോയിട്ട് ഇത് വ്യൂല് ഞെക്കുമ്പോൾ ആ സ്ക്രീൻ കിട്ടും. എന്നിട്ട് പോയിട്ട് വേണ്ട ചാനൽ ഇവിടോട്ട് ഇത് പാൻ ചെയ്ത് വന്നിട്ട് സെലക്ട് ചെയ്യാം. 11 ഇട്ടാൽ മോണിറ്ററിൽ പോകും കേട്ടോ, ഉറക്കെ കേൾക്കും എല്ലാവരും. അത് മാത്രം ടോക്ക് ബാക്ക് ബി ആണ്, എ അല്ല, ബി ആണ്. ബിക്കോസ് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഈ മൈക്ക് ഇതൊരു മൈക്കാണ്. സോ ഇൻ കേസ് നിങ്ങൾ ഇത് മറന്ന് എവിടെയെങ്കിലും പോയെന്ന് വെച്ചാൽ മൈക്കുണ്ട്, പക്ഷെ ഇത് മാക്സിമം ഇത് ലാച്ച് ഓൺ ആവത്തില്ല. അത് ചെയ്യാം, പക്ഷെ സേഫ്റ്റിക്ക് അവര് ഓഫ് ചെയ്തിട്ട്. അപ്പൊ അതാണ് ഒന്നത്. 2 അത് കഴിഞ്ഞ് ശ്രദ്ധിക്കണം. വേറൊരു കാര്യം, ഇത് ഓൺ ചെയ്തിടല്ലേ, ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നതെല്ലാം അവിടെ കേൾക്കും, എല്ലാവരും ചെയ്യും. അപ്പൊ മാക്സിമം കഴിയും. 2 സൈഡിൽ ഇനിയർ ഹെഡ്ഫോൺ ടെസ്റ്റ് ചെയ്യാനുണ്ട്, അത് വെക്കുക. അതിന്റെ കേൾക്കാനുള്ളതാണ് ഈ മിക്സ്. പിന്നെ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇന്നിപ്പം നമ്മള് ഓക്കെ MV1 എടുത്തോ, അല്ലെ പോട്ടെ വേണ്ട BGB4 എടുത്തെന്ന് വെച്ചോ. 2 ഓപ്ഷൻ നമുക്ക് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പം ഈ BGB4 നാളെ ഒരു പുതിയ പാട്ടുകാരനാണ് വന്നിട്ട് എല്ലാ ഇൻസ്ട്രുമെന്റ് പ്ലെയേഴ്സിന്റെ ചെവിയിലോട്ടോ അല്ലെങ്കിൽ ഇനിയറിലോട്ടോ വേണമെന്ന് വെച്ചാൽ ഈ ചാനൽ സെലക്ട് ചെയ്യുക. സെൻസ് ഓൺ ഫീഡേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ സെലക്ട് ചെയ്തിട്ട് ഏത് ഇനിയറിലോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ കയറ്റി വിടുക. അതാണ് ഓപ്ഷൻ. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, ഇപ്പം നിങ്ങൾക്ക് ഒരു സെക്കൻഡ് അതിന് മുമ്പ് ഇത് ഈ ബട്ടൺ ഒത്തിരി കെയർഫുൾ ആയിട്ട് പ്രസ് ചെയ്യേണ്ട ഒരു സാധനമല്ല. പക്ഷെ ഇത് പ്രസ് ചെയ്തിട്ട് എന്തൊക്കെ ചേഞ്ച് വരുന്നോ അതെല്ലാം ആ സെന്റിലോട്ട് പോകും. ബിക്കോസ് ഇതിപ്പോ വെച്ചെന്ന് വെച്ചോ, ഇത് വെച്ചിട്ട് നീ അറിയാതെ വേറെ എന്തെങ്കിലും ഇപ്പൊ ഒരു മോണിറ്റർ കൂട്ടിയോ അതായത് ഇതൊരു ചാനൽ സെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടുന്ന് എന്ത് ബട്ടൺ ഈ ഗ്രീനിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് അത് അങ്ങോട്ട് അതെല്ലാം പോകും അതിനകത്ത്. അപ്പൊ ഇത് ഒരു യൂസ്ഫുൾ ഫംഗ്ഷനാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒത്തിരി കെയർഫുൾ ആയിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പം പിന്നെ